നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില വാക്കുകൾ ഒഴിവാക്കിയ ഗവർണറുടെ നടപടിയിൽ ന്യായീകരണവുമായി ലോക്ഭവൻ. വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവുമെന്ന് ലോക്ഭവന്റെ വാദം. അർദ്ധസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേരത്തെ ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ന്യായീകരിച്ചിരിക്കുന്ന വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ ലോക്ഭവൻ പറയുന്നത് നേരത്തെ തന്നെ ഈ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താമെന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത്. വലിയ തരത്തിൽ അങ്ങനെ ഒഴിവാക്കാനാകില്ല. മന്ത്രിസഭാ യോഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനം അതേപോലെ വായിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. എന്താണ് ഇപ്പോൾ ലോക്ഭവന്റെ ന്യായങ്ങൾ? ലോക്ഭവൻ ഈ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണക്കുറിപ്പുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് സിജു. അതിൽ പറയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ പറ്റിയുള്ള വിവാദം അത് അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ്. പ്രധാനമായും അർദ്ധസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസൃതമായി ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു സർക്കാരിൽ നിന്നുണ്ടായ പ്രതികരണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, ലോക്ഭവൻ നിർദ്ദേശിച്ച ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചനയും നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഭേദഗതികൾ ഒന്നും വരുത്താതെ തന്നെ അതേ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയച്ചത്. താൻ യാത്ര കഴിഞ്ഞ് കോഴിക്കോട് നിന്നും വൈകി തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അത് നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ അംഗീകരിച്ചതായി ആദ്യം അറിയിക്കുകയും ചെയ്ത ഈ നയപ്രഖ്യാപന പ്രസംഗം അതാണ് താൻ സഭയിൽ വായിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് കൃത്യമായി അറിയാം, ഈ ലോക്ഭവൻ ഈ രീതിയിൽ ഒരു ആവശ്യം ഒഴിവാക്കണം എന്നുള്ള ഭാഗങ്ങളുടെ കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുകയും ആ നയപ്രഖ്യാപനം ലോക്ഭവന് നൽകുകയുമായിരുന്നു. അത് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു തന്നെയാണ് ലോക്ഭവന് നൽകിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ ലോക്ഭവൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഷീജ, ഇതിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനോടുള്ള കൃത്യമായൊരു വിമർശനം. അതിലേറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ സഹകരണ ധനഫെഡറലിസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. രണ്ടാമത്തതാണ് ബില്ലുകൾ അനന്തമായി തടഞ്ഞു വെക്കുന്നത്. ഇത് ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനുള്ള എതിരെയുള്ള വിമർശനവുമാണ്, ഗവർണർക്കെതിരെയുള്ള വിമർശനവുമാണ്. അത് വായിക്കാതെ വിട്ടു എന്ന് പറഞ്ഞാൽ ബോധപൂർവം തന്നെയാണെന്നുള്ളതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിനാണ് ഇപ്പോൾ ന്യായീകരിച്ചു കൊണ്ടുവരുന്നത് ലോക്ഭവൻ. തീർച്ചയായും ഏതൊക്കെ തരത്തിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രധാനമായും ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ചും ഒരു നയപ്രഖ്യാപന പ്രസംഗമാകുമ്പോൾ അതിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. കാരണം ആ രീതിയിൽ തുടർന്നുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലാണോ സംസ്ഥാനത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നത് അത് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത്. അതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ ഭാഗം തന്നെയാണ് ലോക്ഭവൻ, പ്രത്യേകിച്ചും ഗവർണർ ഇന്ന് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒഴിവാക്കുകയും അത് വായിക്കാതെ വിടുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയും അപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രിക്ക് സഭയിൽ വായിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത്. ഷീജ, ഇതിനകത്ത് അവസാന ഭാഗത്ത് പറയുന്നത് കേന്ദ്ര നിലപാട് സാമ്പത്തിക ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നവയാണെന്ന പരാമർശവും കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നു. പകരം മുൻകൂർ തുകകൾ നിഷേധിക്കുന്നതിൻ്റെ ഫലമായി കേരളം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി രേഖപ്പെടുത്താനാണ് ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നത്. അതിൽ തന്നെ വലിയ തരത്തിലുള്ള അസത്യമുണ്ട്. മുൻകൂർ തുകകൾ നിഷേധിക്കുന്നതിൻ്റെ ഫലമായല്ല കേരളം കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവിടെ ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയാണ് കേരളം സമരമുഖത്തുള്ളത്. അവിടെ സ്വാഭാവികമായും അത് വെട്ടിമാറ്റാൻ പറ്റില്ലെന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. മന്ത്രിസഭ അത് വെട്ടിയതുമില്ല. ഇവിടെ ഇപ്പോൾ അസത്യം പറയുന്നത് വായിച്ചു നോക്കുമ്പോൾ ലോക്ഭവൻ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. തീർച്ചയായും ആ രീതിയിൽ തന്നെ അത് ഈ ഒരു വിശദീകരണത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജു. കാരണം ഈ ഇതിലിപ്പോൾ സിജു വായിച്ചതുപോലെ തന്നെ സിജു സൂചിപ്പിച്ച, അതായത് ഈ കേന്ദ്ര നിലപാട് അത് സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച് ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നവയാണ് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പരാമർശം എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേന്ദ്രത്തിനെതിരെ. ആണ് ഇപ്പോൾ ഗവർണർക്ക് രാജ്ഭവന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ലഘൂകരിച്ചുകൊണ്ട് അതിന്റെ ഒരു രീതി, അതായത് എന്താണോ സംസ്ഥാനം പറയുന്നത് മുൻകൂറായി പണം നൽകണം എന്നുള്ളതല്ല, തരാനുള്ള പണം കൃത്യമായി തരിക,
കാലങ്ങളായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള തുക നൽകുക, വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്ന നടപടി ഒഴിവാക്കുക, അങ്ങനെ സംസ്ഥാനത്തെ സാമ്പത്തികപരമായി വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ അതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോകണം എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ് ഇതിൽ ഒഴിവാക്കി കൂട്ടിച്ചേർക്കണമെന്ന് ലോക്ഭവൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സർക്കാർ കൈക്കൊണ്ടതുകൊണ്ട് തന്നെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്താതെ നയപ്രഖ്യാപനം ഗവർണർക്ക് മടക്കി അയക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ സ്വീകരിച്ചത്.